എങ്ങനെ സുരേഷ് ഗോപി ജയിക്കോ ഈ പ്രാവശ്യം? ഇവിടെ സുരേഷ് ഗോപിക്ക് ഒരു 100 പറയാൻ പറ്റില്ല, 98% എന്നൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ. പക്ഷേ ആരും മോശക്കാരല്ല സ്ഥാനാർത്ഥികൾ. എത്ര ഭൂരിപക്ഷം കിട്ടും? എന്നാലും ജയം സുരേഷ് ഗോപിക്ക് സാധ്യത. ഇവിടെ എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും തൃശ്ശൂരില് എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കാം? ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കാലാവസ്ഥ നിരീക്ഷകന്മാരെ മഴ പെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഭൂരിപക്ഷത്തിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അത് ജയിക്കും 98-99%. 2 തവണ മത്സരിച്ചിട്ടും സുരേഷ് ഗോപിക്ക് പരാജയമാണ് സംഭവിച്ചത് തൃശ്ശൂർ. രണ്ട് സമയത്തും മത്സരിച്ചപ്പോഴും സുരേഷ് ഗോപിക്ക് പരാജയമാണ് സംഭവിച്ചത്. ഈ 3-ാം വട്ടം സുരേഷ് ഗോപി വിജയിക്കും തന്നെയാണ്. ഇവിടെ ഒരു മാറ്റം വരുന്നുള്ള കാര്യം ഉറപ്പ്. അത് അത്യാവശ്യമാണെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ടല്ലേ? കാരണം ഇതിന് മുമ്പുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് വരാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ത് ചെയ്യുന്ന ഒരു മാറ്റം നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരാള് BJP-യിലേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു തരംഗം കൂടി വേറെ ഉണ്ടാവും. കാരണം അവരിൽ കുറച്ച് വോട്ടുകളുണ്ട് പത്മജയുടെ പേരിൽ. അപ്പൊ ആ വോട്ടുകൾ മറിയാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഈ തൃശ്ശൂരിൽ ഇത്രയും കാലമായിട്ട് നേതാക്കന്മാർ വന്നിട്ടും ഒരു പുരോഗതി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് പറയുന്നതല്ലേ? സംഭവിക്കാൻ തീർച്ചയായിട്ടും സംഭവിക്കും. നിങ്ങൾക്ക് ഓട്ടോ തൊഴിലാളികൾക്ക് എല്ലാവർക്കും തന്നെ ഇനി നമുക്ക് കുറച്ച് നിമിഷമല്ലോ അറിയാൻ. അത് നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് അതാ നല്ലത്. അത്ര പ്രതീക്ഷയിലാണോ? അത്ര പ്രതീക്ഷ തന്നെയാ. എന്താണ് പറയാനുള്ളത്? പറയാൻ എല്ലാവരും മറ്റുള്ളവരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളവരെ കുറ്റം പറഞ്ഞു എന്നുള്ളത് വേണ്ട. ആളെ കൊണ്ട് ആലോചിക്കൊന്നുമില്ല. പക്ഷെ ഒരു ഭരണം മാറണമെന്ന് നല്ലതല്ലേ? മരിച്ചവര് തന്നെ മരിക്കുന്നത് മാറി മാറി വരച്ചെന്ന് വെച്ചിട്ട് ഞാൻ ആ കഥല വോട്ട് ചെയ്തേക്കണേന്ന്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് മുന്നേ എല്ലാരും പറയുന്നത് സുനിൽകുമാർ അല്ലെങ്കിൽ മുരളീധരൻ വിജയിക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നത് സുരേഷ് ഗോപിക്ക് ആണ് ഏറ്റവും കൂടുതൽ മുൻഗണന എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശം ഇനിയിപ്പൊ തുറന്നു വരുമ്പോ ഇനി എങ്ങനെ വന്നേന്നൊന്നും അറിയില്ല. അപ്പൊ ഇയാൾ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കൂടി ചെയ്യാം എന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി ഒരു പരിപാടിക്ക് ഇവിടെ വന്നപ്പോ ഞാനൊക്കെ ഉണ്ട് അതില്. അപ്പൊ ഇവിടെ ഓട്ടോറിക്ഷക്കാർക്ക് പണി കള്ളപ്പരം പറ്റി ഓടുന്നത് അങ്ങനെയുള്ള വിഷയങ്ങളും കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് സ്ഥാനമില്ല, കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്തുതരാട്ടെന്ന് പറഞ്ഞു. അമാതിരി ഇവിടുത്തെ ബ്ലോക്കുകളും കംപ്ലീറ്റ് ബ്ലോക്ക് ഏതിലെ പോയാലോ ഒരു ഓട്ടോറിക്ഷ ഒരു 10 കിലോമീറ്റർ പോകണമെങ്കിൽ നേരം മഴ 2 മണിക്കൂർ വരും. ആ സമയം പാലക്കാട് പോയി വരാം. അത്രയും കഷ്ടപ്പാടാണ് ഇപ്പൊ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക്. ഒന്നും ഓടിയിട്ട് കിട്ടണില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളും അതിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ വന്നെന്നൊന്നും നമുക്ക് അറിയില്ല. ഭൂരിപക്ഷം സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് എന്റെ ഉറപ്പ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇന്ത്യയിൽ മൊത്തം BJP ഭരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ നമുക്ക് മറ്റുള്ള നമ്മള് തൃശ്ശൂർ വിട്ട് പോവാത്ത ആളാ. അപ്പൊ മറ്റുള്ളതൊന്നും എനിക്കറിയില്ല. എങ്ങനെയുണ്ട്? എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയാൻ കാരണം? എല്ലാരും സുരേഷ് ഗോപി നമ്മൾ ഒറ്റ വാക്കാലോ. ആളൊരു നല്ല മനുഷ്യനായ കാരണം. എന്തുകൊണ്ടാണ് തോന്നാൻ കാരണം? ആള് പല ആൾക്കാർക്ക് സഹായം ചെയ്യാറുണ്ട്. അപ്പൊ അത് കൂടെ ജയിച്ച കൂടിയും ചെയ്യും എല്ലാവർക്കും. എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും സുരേഷ് ഗോപി ജയിക്കേണ്ടത്? ഭൂരിപക്ഷം കുറയും. ആർക്കാർ ഇപ്പൊ 2ാം സ്ഥാനം ആരായിരിക്കും കൊണ്ടുപോകാൻ? ഞാൻ സുനിൽകുമാറാണോ മുരളീധരനാണോ? 2ാം സ്ഥാനം സുനിൽകുമാറാവുള്ളൂ. എല്ലാരും സുരേഷ് ഗോപിയുടെ പേര് തന്നെ പേര് പറയണ ആള് ജയിക്കാൻ ഒരു 90% സാധ്യതയുണ്ട്. അത് കാരണം പറയണത്. തൃശ്ശൂര് ഒരു പ്രതീക്ഷ പറയാൻ പറ്റാത്ത ഇതിലാ നിക്കണത്. സുനിൽകുമാറിനാണ് കൂടുതൽ പറയണത്. പിന്നെ സുരേഷ് ഗോപിക്കും രണ്ടുപേരും കട്ടക്കാണ് നിക്കണത്. ഒരു ഇതും പറയണ രക്ഷയില്ല അതില്. സുരേഷ് ഗോപി എടുക്കുമെന്നൊക്കെ പറഞ്ഞത് സത്യമാണല്ലോ. ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. സുനിച്ചാറിന് സാധ്യത പറയുന്നുണ്ട്.